ഗായ്സ്, ചെട്ടിക്കാടൻ ഈ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഗോസോയി വന്നപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോയി ഇങ്ങനെ കയറി വന്നതാണ്. അത് ക്ഷീണിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഈ വീഡിയോയും കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഇവിടുത്തെ ആ പ്രകൃതി ഭംഗിയും ബീച്ചും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പ്രദേശങ്ങളെല്ലാം വലിയൊരു ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി പോകുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിങ്ങനെ ഗോസോയി വന്ന് അവിടുന്ന് റംല ബീച്ച് എന്ന് റംല ബേ എന്ന് പറയുന്നൊരു ബീച്ചുണ്ട്. റംല ബേ, ആ ബീച്ചിലോട്ട് പോവുകയാണ്. അത് കാണിച്ചു തരാം. ഇവിടെ എല്ലാം കള്ളിമുൾച്ചെടിയൊക്കെ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടോ, ഒരു ഗുഹ കണ്ടോ? ഗുഹ വേണ്ടതൊരു ഗുഹയാണ്. അതുകൊണ്ട് ആ കാണുന്ന ഒരു ഗുഹയാണ്. ഏതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വരുന്ന ഒരു ഗുഹയാണ്. കണ്ടോ, കാണാമോ? അത്രേ കാണത്തുള്ളൂ. അതൊരു ഗുഹയാണ്. അവിടെ ചെന്നെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ കാണിച്ചിരുന്നത്. ബജ്രാബയിലേക്ക് ഞങ്ങളിങ്ങനെ നടന്നൊരു കുത്തിറക്കം പോകണത്തെ ഒരു ഇറക്കമാണ്. അതിങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. കണ്ടോ എന്ത് രസമുണ്ടെന്ന് നോക്കിയേ. ഈ പാറ അടുക്കി വെച്ചിരിക്കുന്ന കല്ലടുക്കി വെച്ചിരിക്കുക. അവിടെ എല്ലാം ചെടികൾ, പൂക്കൾ നിൽക്കുന്നുണ്ടോ? കണ്ടോ? ഇതാണ് റോസ്മേരി കണ്ടോ? ഇതാ റോസ്മേരി. നല്ല മണമായിരുന്നു. ഒന്ന് മണപ്പിച്ചേ മോൾജി. റോസ്മേരി നിൽക്കുന്നുണ്ടോ? റോസ്മേരി ഇത് എണ്ണ കാച്ചി തല തേക്കാനും അതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്യാനും ഒക്കെ മുടി നന്നായി വളരും. കണ്ടോ ഗൈസ്, നമ്മുടെ ഈ പൈൻ മരങ്ങളൊക്കെ വാഗമണ്ണിലൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുക. രസമുണ്ട് നോക്കി. കുതിരയൊക്കെ നിൽക്കുന്നുണ്ടോ? ഇത് ഫാമാണേ, ചെറിയൊരു ഫാമാണ് കേട്ടോ. കുതിരയൊക്കെ കുതിര ഏതാണ്ട് ഗിനിക്കോഴിയൊക്കെ അലയ്ക്കുന്നുണ്ട്. കിളികളുടെയൊക്കെ സൗണ്ടും ആരവങ്ങളും ഒക്കെ കേട്ടോ ഗൈസ്. ഇവിടെ വലിയൊരു ഇറക്കമാണ്, കുത്തിറക്കമാണ്. ആ കുത്തിറക്കം ഇറങ്ങി വേണ്ട ഒരു മരം ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ പഴം കണ്ടോ ഗായ്സ്? ഈ കണ്ടോ, ഇതിങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് എന്തോ പഴം എന്നറിയത്തില്ല. ഫ്രൂട്ട്സ് കടയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ പഴം. ഇങ്ങനെ കണ്ടോ? ഈ ചെടി കണ്ടോ ഗായ്സ്? ഈ ചെടി കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയില്ല? നമ്മളൊക്കെ നാട്ടിലൊക്കെ പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ ബൊക്കെയായിട്ട് നമ്മൾ ഉപയോഗിക്കത്തില്ലായിരുന്നു പണ്ട്. ആ സംഭവമാണിത്. അതുപോലെ ഇരിക്കുന്നു അല്ലേ? കണ്ടോ? കണ്ടോ നമ്മുടെ ബീൻസ് പയർ പോലത്തെ പയർ നിൽക്കുന്നുണ്ടോ? ബീൻസ് പയർ കണ്ടോ? പയറല്ല, ഇത് കാട്ടിലെ ചെടിയ കായ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ബീൻസ് പയർ പോലെ ഉണ്ട്. കള്ളിമുൾച്ചെടിയെ തൻ്റെ കായ ഉണ്ടായി വരുന്നുണ്ടോ? ഇത് കായ ഉണ്ടായി വരും കണ്ടോ? കണ്ടോ റോസാപ്പൂ നിൽക്കുന്നുണ്ടോ? ഇതിൻ്റെ കട്ട റോസാപ്പൂ നോക്കി, വലിയ റോസാപ്പൂ കണ്ടോ? ഇത് റോസാപ്പൂ ഇങ്ങനെ നിൽക്കണ്ട. ഞങ്ങൾ ബീച്ചിനോട് അടുത്ത് വരുവാണേ. ബീച്ചാണ്. മറ്റേ ഗുഹ എന്ന് പറഞ്ഞ് കാണിച്ച ഗുഹയാണ്. കണ്ടത് ഇതാണ് ഗുഹ. അതിനകത്ത് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ? മുളങ്കാട് കണ്ടോ? കനം കുറഞ്ഞ മുളങ്കാട് കണ്ടോ? ഐസ്ക്രീം ഇരിക്കുന്ന വാൻ കണ്ടോ? ഐസ്ക്രീമിലെ വെള്ളം എല്ലാം വാനെ കൊണ്ടുവന്ന്
ഒരു ബീച്ചാണ്. ബീച്ചിൻ്റെ സൈഡിലെ വാൻ കൊണ്ടിട്ടെന്ന് വെച്ച് വെക്കുന്നതാണ്. ഇത് ബീച്ചാണ്, ഞാൻ പറഞ്ഞ ബീച്ച് ഇതാണ്. ബീച്ചിലോട്ട് പോവാം, കാണിച്ചു തരാവേ. ഇതൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ, റെസ്റ്റോറൻറ്റ്. ബീച്ചിലെ മണ്ണിൻ്റെ കളർ ഉണ്ട്, ചുമന്ന കളർ, വെയിലടിക്കുന്നുണ്ടായിരിക്കും. ബീച്ച് വോളിബോൾ കളിയൊക്കെ ഉണ്ട്. കണ്ടോ ഗായ്സ്, ബീച്ചിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വെള്ളക്കല്ല്, ചെറുതല്ല, ഒരുമാതിരി മുഴുത്ത വെള്ളക്കല്ലുകളൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ടിരിക്കുന്നതാണ്. ഉണ്ടോ, ഒരു സ്റ്റാച്ചു, മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു അവിടെ ഇരിപ്പുണ്ട്. മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു. രണ്ട് ബോട്ട് കിടക്കുന്നുണ്ട്. ഇതിപ്പം തണുപ്പായതുകൊണ്ട് കേട്ടോ, ഇതിപ്പം ഇച്ചൂടെ ഒരു 1-2 ആഴ്ചയോടെ കഴിയുന്നോണ്ട് ഇതുങ്ങളെല്ലാം ഈ വെള്ളത്തിൽ ഇറങ്ങി ഭയങ്കര കുളി നീരാട്ടമായിരിക്കും. അങ്ങ് കുളിയോടുകൂടി അതുകൊണ്ട് ഒരു വലിയൊരു തടിച്ചപ്പെണ്ണും കൂടെ കിടക്കുന്നുണ്ട്. വെയിൽ കൊള്ളാൻ കിടക്കുക. മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ ബീച്ച് മൊത്തം കല്ല, നമ്മുടെ നാട്ടിലെ പോലെ മണ്ണുള്ള ബീച്ചാണ്. കല്ല, ഇവിടുത്തെ കല്ലുകളാണ്, ഈ വെള്ളക്കല്ലുകളാണ് ഈ കയറി കിടക്കുന്നത്. കല്ല് കിടക്കുന്നുണ്ട്, കുഞ്ഞി 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 കല്ലുകൾ. കേട്ടോ, ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന ഗുഹ വേണ്ടിയതാണ്. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, കണ്ടോ. അവിടോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ കുറേ നേരം വെക്കും. ആ കാണുന്നതാണ് ഗുഹ, കണ്ടോ കണ്ടോ. രണ്ട് കൊച്ചു പിള്ളേർ നടന്നു വരുന്നുണ്ട് ബീച്ചിന് സൈഡിൽ കൂടെ, കണ്ടോ. കണ്ടോ ഗായ്സ്, ഈ മരത്തെ അല്ലേ കിളികളൊക്കെ, കിളിക്കൂട് കണ്ടോ, കിളിക്കൂട് കാണാമോ, കിളിക്കൂട് എന്താ കിളിക്കൂടാണിത്. 3-4 കിളിക്കൂടുണ്ടോ, വേറെ കിളിക്കൂട് വേണ്ടുണ്ട്. ഇതൊരു കിളിക്കൂട്, ഇത് 2 കിളിക്കൂട്. എത്ര കിളിക്കൂടുണ്ടോ നോക്കിയേ, കണ്ട് കിളിക്കൂട് കണ്ട്, കിളികളൊക്കെ ഇരിപ്പുണ്ട് കണ്ട്, കിളിയൊക്കെ ഇരിക്കുന്നുണ്ട്. ആഹാ, നല്ല രസമുണ്ട്. കിളികളെല്ലാം വൈകുന്നേരം ഇപ്പം ചേക്കറാനായിട്ട് വന്നിരിക്കുന്നുണ്ട്.
മരം കണ്ടേ? ഉള്ള ഗായ്സ്, വിദേശികളൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നതാണ്. ഇതൊരു മല പോലെയാണ്, മലയാണ്. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇത് കണ്ടോ, സൈക്കിളാണ്. സൈക്കിളിൽ ഒരു ഇഞ്ചനും ഇതുമൊക്കെ പിടിപ്പിച്ച് കണ്ടോ, കണ്ടോ, ചെറിയൊരു കാർബറേറ്റർ ഇഞ്ചനും ടാങ്കൊക്കെ കണ്ടോ, ടാങ്കൊക്കെ പിടിപ്പിച്ച് ഹോണും ഒക്കെ പിടിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ദിസ് ഗൈസ് ഈസ് മോട്ടോർ സൈക്കിൾ. അവരിപ്പോൾ അത് സൈക്കിള് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കും കേട്ടോ. അവർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് കാണിക്കുന്നതാണ്. കാണാമോ ഗായ്സ്, നോക്കി സൂര്യൻ്റെ പ്രകാശം അടിച്ച് വെട്ടം അടിച്ച് കാണുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങിപ്പോയ റോഡാണ് കണ്ട. ബീച്ചിൽ ഞങ്ങൾ കയറി വരുമ്പം ഉള്ള വീഡിയോ ആയി. കണ്ടോ ഗായ്സ്, ആപ്പിൾ നിൽക്കുന്നുണ്ട്. ആപ്പിൾ കണ്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങി പോയി കാണിക്കാനുള്ള ഒരിതില്ല, വഴിയില്ല. ഇതുവഴിയാണ് വഴി കണ്ടത്. കാട് പിടിച്ച് കിടക്കുക, പൂട്ടിയിട്ടിരിക്കും. എനിക്ക് കയറി പോകാൻ പറ്റത്തില്ല കണ്ടോ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇതുവഴി കയറി പോകുന്ന വഴിയാണ്. ഇങ്ങനെ ആപ്പിളൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. ആപ്പിൾ പറിക്കുക, ആപ്പിൾ കണ്ടോ, ആപ്പിൾ നിൽക്കുന്നുണ്ട്.